ഇറാൻ US വാർ തുടങ്ങിയത് തൊട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫാൾ ചെയ്തത് 12%. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് FIIs എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നിന്ന് മാർച്ച് 20 വരെ വിറ്റഴിച്ചത് 86,000 കോടി രൂപ. FISന്റെ പണത്തിന്റെ 25% പ്രൊപ്പറേറ്ററി മണിയാണെന്ന് അറിയണം. ബാക്കി വരുന്ന 75% HNI ക്ലയൻസ്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും പിന്നെ വരുന്നത് റീറ്റെയിലേഴ്സും ആണ്. ഒരു പാനിക് പോലത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, യുദ്ധം പോലെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സ് സെല്ലിംഗ് നടത്തും, HNIs സെല്ലിംഗ് നടത്തും. FIS എന്ന് പറയുന്നത് ഒരു ഫണ്ട് മാനേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇവർക്ക് വേറെ വഴികൾ ഇവരുടെ മുന്നിലില്ല. നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവർക്കും ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ള തന്ത്രം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഇതാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന FIS 3 ബ്രാക്കറ്റിലാണ് പെടുന്നത്. ഒന്ന്, ഓൾ കൺട്രി വേൾഡ് ഇൻഡെക്സ് ഫണ്ട്, ACWI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. ഇതിൽ എല്ലാ രാജ്യങ്ങളുടെയും ഇൻഡെക്സുകൾ കൂടി ചേർന്നതാണ്. സോ ഇതിൽ നിന്ന് പാനിക് സിറ്റുവേഷനിൽ റീറ്റെയിലേഴ്സ് പണം പിൻവലിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും അതിന് ആനുപാതികമായിട്ടുള്ള പണം പിൻവലിച്ചേ പറ്റൂ. അടുത്തത് EMI, എമർജിംഗ് മാർക്കറ്റ് എന്ന് പറയും. ഇന്ത്യ, തായ്വാൻ, ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങൾ വരുന്നത്. ഇതിൽ നിന്നും പാനിക് സിറ്റുവേഷൻസ് വരുമ്പോൾ ജനങ്ങൾ പിൻവലിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫണ്ട് മാനേജേഴ്സ് ആയിട്ടുള്ള FISനും ഇന്ത്യയിൽ ആനുപാതികമായിട്ടുള്ള പണം പിൻവലിച്ചേ പറ്റൂ. പിന്നെ വരുന്നത് മൂന്നാമത്തെ ബ്രാക്കറ്റ് ഇന്ത്യ സ്പെസിഫിക് ഫണ്ടുകളാണ്. ഇവിടെ നിന്ന് റീറ്റെയിലേഴ്സ് എത്ര പിൻവലിക്കാൻ വിഡ്രോവൽ റിഡംഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടുള്ള ഫുൾ ഫണ്ട് റിഡംഷൻ ചെയ്തേ പറ്റുള്ളൂ. പാനിക് സിറ്റുവേഷൻസ് വരുമ്പോൾ റീറ്റെയിലേഴ്സും HNIസും എല്ലാം പൊതുവെ പണം പിൻവലിച്ച് സേഫ് ഹെവനിലോട്ട് മാറ്റുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ അതർ സൈഡാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, DIIS. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, നമ്മുടെ ബാങ്കുകൾ പ്രൊഡ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന യൂലിപ്പ് പ്ലാനുകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് 1 ലക്ഷം കോടി രൂപക്കാണ് മാർച്ച് 20 വരെ DIS വാങ്ങിയത്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 86,000 രൂപക്ക് 86,000 കോടി രൂപക്ക് FIS വിറ്റപ്പോ 1 ലക്ഷം കോടി രൂപക്ക് DIS വാങ്ങി. നെറ്റ് നോക്കിയാൽ 14,000 കോടിയുടെ ബൈങ് നടന്നു. ഈ അവസ്ഥയിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് 12% താഴ്ന്നു. DIS അവിടെ ഇല്ല എങ്കിൽ ഇതിന്റെ അവസ്ഥ വളരെ ഭീകരമായിരുന്നു. മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ മാർക്കറ്റ് റെസീലിയന്റ് ആണ്, അല്ലെങ്കിൽ കുറെ കൂടെ വീഴ്ചയെ പ്രതിരോധിച്ച് നിന്നു എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. FIS എപ്പോഴും ഒരു സ്മാർട്ട് പ്ലെയർ തന്നെയാണ്. FIS ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കുന്ന പണം എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു? സാധാരണഗതിയിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സേഫ് ഹെവൻ ആയിട്ട് കാണുകയും ചെയ്യുന്ന ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. മിക്ക യുദ്ധ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും ഈ പറയുന്ന ഗോൾഡിന്റെ റേറ്റ് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ യുദ്ധം നിൽക്കുന്ന അത്രയും കാലഘട്ടത്തോളം അത് മുകളിലോട്ട് പോയി കാണും. പക്ഷെ ഈ വർഷം മാത്രം ഈ US ഇറാൻ വിഷയത്തിൽ മാത്രം ഗോൾഡ് കാണിച്ചത് നേർ വിപരീതമായ ഒരു പ്രതിഭാസമായിരുന്നു. അതായത് ഗോൾഡ് തികച്ചും റിവേഴ്സ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു. ഗോൾഡ് കയറാതെ ഗോൾഡ് തിരിച്ച് ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഗോൾഡ് കയറാതിരുന്നത്? ഓഫ് കോഴ്സ്, ഒരു യുദ്ധ സാഹചര്യം വരുന്ന സമയത്ത് റീറ്റെയിലേഴ്സും HNIസും പിൻവലിക്കുന്ന പണം സാധാരണഗതിയിൽ ഗോൾഡിലോട്ട് പോകും. പക്ഷെ ഈ സാഹചര്യത്തിൽ ഗോൾഡിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പണം പോയത് US ഗവൺമെന്റിന്റെ ട്രഷറി ബോണ്ടുകളിലും ഡെപ്റ്റ് ഫണ്ടുകളിലുമാണ്. പ്രധാനപ്പെട്ട കാരണം അവിടെ 4.3% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടും ഏറ്റവും സേഫ്റ്റി ഉണ്ട് എന്നുള്ളതും കൊണ്ടാണ് ട്രഷറി ബോണ്ടുകൾക്കും ഡെപ്റ്റ് ഫണ്ടുകളിലോട്ടും ഈ പണം ഒഴുകിയത്, ഗോൾഡിലോട്ട് പോകാതെ. ഗോൾഡിലോട്ട് പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2024 25 വർഷത്തിൽ ഗോൾഡ് കൊടുത്ത ആ വലിയ റിട്ടേൺ ഇനി അതിൽ കൊണ്ടുപോയി വീണ്ടും പണം നിക്ഷേപിക്കുന്നത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് FIS സ്മാർട്ട് സ്ട്രാറ്റജി പ്രകാരം ഡെപ്റ്റ് ഫണ്ടുകളിലോട്ട് പോകുന്നതും
ഇന്ത്യക്ക് ഇന്ത്യൻ റുപ്പിക്കെതിരെയുള്ള US$ ശക്തി പ്രാപിക്കുന്നതും ഇന്ന് $1 92 രൂപയിൽ എത്തി നിൽക്കുന്നതും. FIS ഇന്ത്യ വിറ്റ് പോവുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട തക്കതായ 2 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ്. PE ചാർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പറയും ഇന്ത്യയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 20-ലാണെന്ന് നമ്മൾ പറയും. 5 ഇയർ ആവറേജിനേക്കാളും 3 ഇയർ ആവറേജിനേക്കാളും 1 ഇയർ ആവറേജിനേക്കാളും താഴെയാണ് എന്ന് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വാല്യുവേഷൻ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ ആവറേജിനെ ബേസ് ചെയ്തിട്ടല്ല. ഇൻസ്റ്റഡ് അവർ നോക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൺട്രികളിൽ ഒരു കൺട്രി മാത്രമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ വാല്യുവേഷനെ മറ്റ് എമർജിംഗ് മാർക്കറ്റ് കൺട്രി ആയിട്ടുള്ള ചൈന, തായ്വാൻ പോലത്തെ മറ്റ് കൺട്രികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ റിലേറ്റീവ് വാല്യുവേഷൻ എവിടെയാണെന്ന് നോക്കും. മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇന്ത്യ ഇപ്പോഴും എക്സ്പെൻസീവ് ആണ്. സോ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വിറ്റുപോയേ പറ്റൂ. രണ്ടാമത്തെ, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിൽക്കാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയുടെ non-AI റെഡിനെസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോർ വർക്ക് നടക്കുന്നത് നമുക്കറിയാം ആമസോൺ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, നെതർലാൻഡ് ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ASML ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏജന്റ് AI-യും ന്യൂറൽ നെറ്റ്വർക്കും ഡീപ്പ് ലേണിംഗും ഡീപ്പ് സയൻസും പോലത്തെ ടെക്നോളജിയുടെ കോർ ഹാർട്ട് വർക്ക് നടക്കുന്നത് US-ലാണ്. ഇന്ത്യ ഇപ്പോഴും ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആയിട്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ കോർ AI വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് AI റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇന്ത്യ ഭാഗവാക്കാവാത്തതും ഇന്ത്യ അതിലെ ഏറ്റവും പുറകിൽ നിൽക്കാനുണ്ടായ ഒരു പ്രധാന കാരണം. അപ്പോൾ AI ഡിമാൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പോകും. ഈ അടുത്ത് വായിച്ചതാണ്, മൈക്രോസോഫ്റ്റ് $650 ബില്യൺ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കപ്പാക്സിന് വേണ്ടിയിട്ട് ചെലവാക്കിയത്. $250 ബില്യൺ പോലും നമ്മളെ റിലയൻസ് ഷെയറിന് ഇല്ല എന്ന് ആലോചിക്കണം. ആ സമയത്താണ് $650 ബില്യൺ കപ്പാക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായിട്ട് മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ ഗ്രോത്ത് മറ്റ് കമ്പനിയായിട്ട് നോക്കുമ്പോൾ താഴെയാണ്. ഈ 2 കാരണങ്ങളാണ് FIS ഇന്ത്യ വിറ്റു പോകാനുള്ള ഒരു പ്രധാന കാരണം. വാറിന്റെ സിറ്റുവേഷൻ എടുത്തും കൂടി പരിശോധിക്കാം. FIS വിറ്റു പോകുന്നതിന് വാറും ഒരു പ്രധാന കാരണം തന്നെയാണ്. ഓയിൽ പ്രൈസ്, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $100 മുകളിൽ പോയിട്ടുണ്ട്. $115 നിന്ന് ഇപ്പൊ അല്പം താഴ്ന്ന് $98 ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കൂടും, ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റ് കൂടും. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനത്തിന്റെയും വില ക്രമാതീതമായിട്ട് കൂടും. ഇങ്ങനെ കൂടുമ്പോൾ രാജ്യത്ത് ഇൻഫ്ലേഷൻസ് കൂടും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടക്കപ്പെട്ടത് മുതൽ ഈ പറഞ്ഞിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഓരോ ദിവസവും മുകളിലോട്ടാണ്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും നമ്മുടെ LPG സിലിണ്ടറുകളാണെങ്കിലും ഇതിലെല്ലാം നമുക്കിത് ബാധകമാണ്. ഇന്ന് LPG സിലിണ്ടറിന്റെ സ്കേഴ്സിറ്റി നമ്മുടെ നാടുകളിലെ റെസ്റ്റോറൻറ്റുകൾ സാധാരണക്കാരനെ ബാധിക്കുന്ന അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴ്ന്നില്ല എങ്കിൽ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആക്കിയില്ല എങ്കിൽ ഇതിന്റെ അവസ്ഥ വരും ദിവസങ്ങളിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലോട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വിറ്റ്നസ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട സെക്ടറുകളാണ് IT എന്നും ബാങ്കിംഗ് എന്നും ഓട്ടോ ആൻഡ് ഫിനാൻസ് സെക്ടർ എന്നും പറയുന്നത്. IT സെക്ടർ TCS, ഇൻഫോസിസ്, കൊഫോർജ്, പേഴ്സിസ്റ്റന്റ് സിസ്റ്റം, HCL ടെക് ഇത്തരത്തിലുള്ള മിക്ക കമ്പനികളും ഇന്ന് 40%-ലേറെയാണ് അതിന്റെ കറക്ഷൻ. വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഒരു ലാർജ് ക്യാപ്പ് കമ്പനി 45% കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയും ഫോർവേഡ് പിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു AI ഡ്രിവൺ കമ്പനിയല്ല, ഇന്ത്യ ഒരു സർവീസ് ബേസ്ഡ് കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ IT പെർസ്പെക്റ്റീവ് നടക്കുന്നത്? ഇന്ത്യ AI പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല. AI പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത് എൻവിഡിയ പോലത്തെ കമ്പനികളാണ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനികളാണ്, അല്ലെങ്കിൽ ആമസോൺ പോലത്തെ കമ്പനികളാണ്. ഈ കമ്പനികൾ ഉണ്ടാക്കുന്ന ന്യൂറൽ എൻജിൻസ് അല്ലെങ്കിൽ ഈ AI ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഒരുപാട് കമ്പനികൾ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അമേരിക്കൻ ബാങ്ക് പോലത്തെ കമ്പനികൾ യൂസ് ചെയ്യും. ആ കമ്പനികൾക്ക് സർവീസ് കൊടുക്കാൻ ഇന്ത്യ പോലത്തെ ഒരു ലോ കോസ്റ്റ് സെന്ററിന്റെ ആവശ്യം വരും.
അവിടെ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്ത് ഈ പറഞ്ഞ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് മാനുവൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സർവീസ് ജോലികൾ തീർച്ചയായിട്ടും ഇന്ത്യയിലോട്ട് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടും. ഇന്ത്യ, മലേഷ്യ പോലത്തെ രാജ്യങ്ങൾ ലോ കോസ്റ്റ് സെന്ററുകളാണ് യൂറോപ്പിനെയും അമേരിക്കയും അപേക്ഷിക്കുമ്പോൾ. സോ അവിടെ ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഇവിടെ 4 പേർക്ക് ശമ്പളം കൊടുക്കാം എന്നുള്ളത് കൊണ്ടും ആ ജോലി ഔട്ട്സോഴ്സ് ചെയ്യപ്പെടും. ആ ജോലിയുടെ സർവീസ് ജോലികൾ ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ ആ കമ്പനികൾ ഉണ്ടാക്കുന്ന റവന്യൂ പോലെ അത്രയും റവന്യൂ ഇന്ത്യയിൽ ഉണ്ടാക്കില്ല. ഇനി ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന അഡ്വാൻറ്റേജ്, ഡോളർ സ്ട്രെങ്തൻ ആവുകയും റുപ്പി വീക്കൻ ആവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ റുപ്പിയിൽ വരുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 3.5%. അതും ഇന്ത്യൻ IT കമ്പനികൾക്ക് ഒരു ഗുണമായിട്ട് തീരും. അപ്പൊ ഒരു ഫ്യൂച്ചർ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ 5 years ഡൗൺ ദ ലൈനിൽ നോക്കുമ്പോൾ IT ഈസ് എ വാല്യൂ പിക്ക് എന്ന് പറയാൻ പറ്റും. മാർക്കറ്റിൽ സെക്ടർ റൊട്ടേഷൻ സംഭവിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടർ വളരെ വലിയൊരു റണ്ണറപ്പ് കൊടുത്തതിന് ശേഷം കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് 7000 പോയിന്റിനടുത്താണ് ബാങ്ക് ഇൻഡെക്സ് തന്നെ ഫാൾ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഓട്ടോ സെക്ടറും. ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള മഹീന്ദ്രയും ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിളും ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ് ആണെങ്കിലും 2-wheeler സെഗ്മെന്റ്സുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ വലിയ ഇടിവിനാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറും ഓട്ടോ സെക്ടറും ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറാണ്. അവിടെ റിയൽ പ്രൊഡക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ റിയൽ വർക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വാല്യൂ ഓറിയന്റഡ് പിക്ക് അല്ല, ഇൻസ്റ്റഡ് അതൊരു ഗ്രോത്ത് ഓറിയന്റഡ് പിക്കാണ്. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഇൻവെസ്റ്റർ ആണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണോ, നിങ്ങളൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആണോ, അതും അല്ലെങ്കിൽ നിങ്ങളൊരു മൊമെന്റം ഇൻവെസ്റ്റർ ആണോ, അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ 3ന്റെയും മിക്സ് എന്ന് പറയുന്നതും ഒരു നല്ല ഒരു പോർട്ട്ഫോളിയോ സെറ്റപ്പിന് വേണ്ട അടിത്തറ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് യൂട്യൂബിന്റെ മെമ്പർ കമ്മ്യൂണിറ്റി. വളരെ ഓപ്പൺ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ETF, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് പോലത്തെ അസറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റി. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിറ്റികളിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതും കൂടിയാണ്. മാർക്കറ്റിൽ വല്ലാത്തൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന കാലഘട്ടം. എന്താണെന്ന് എവിടെ വരെ നിഫ്റ്റി പോകുമെന്നറിയില്ല. ഓഫ് കോഴ്സ് ഈ വാറിന്റെ എസ്കലേഷൻ നടക്കുകയാണെങ്കിൽ, ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ഓയിലിന്റെയും പ്രൈസ് കൂടുകയാണെങ്കിൽ, ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫർദർ ഫാളിലോട്ട് പോകും. എന്നാൽ ഈ സിറ്റുവേഷൻസ് മാറുകയാണെങ്കിൽ തിരിച്ച് നിഫ്റ്റി 25,000 എന്ന് പറയുന്ന ഒരു ലെവല് കാണാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ ഇതൊരു അൺസർട്ടനിറ്റിയാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മിക്ക സ്റ്റോക്കുകളായാലും മ്യൂച്വൽ ഫണ്ടുകളായാലും ETFകളായാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തന്നു നിൽക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. 5 വർഷം കഴിഞ്ഞ് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാത്തതിൽ നമ്മൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു.